ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി സീരീസിനെയാണ്. 2022 പുറത്തിറങ്ങിയ ടെൽ മീ ലൈസ് എന്ന സീരീസാണിത്. ഗ്രേസ് വാൻ പാറ്റൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ലൂസി എന്നൊരു കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു പ്രണയകഥ പറയുന്ന സീരീസാണിത്. മാത്രമല്ല കളിക്കും കൂടി പേരുകേട്ട ഒരു വെബ് സീരീസാണിത്. ഏകദേശം 2 സീസൺ വരെ ഈ വെബ് സീരീസിനുണ്ട്. ഡയാനയെ സോഫയിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു കളി ഈ സീരീസിലുണ്ട്. ജെട്ടി ഇട്ടിട്ടില്ലാത്ത അവൾ കാമുകൻ്റെ മുകളിൽ കയറിയിരുന്ന് ടീഷർട്ട് ഊരുന്നു. അതിനുശേഷം അവളുടെ ബ്ലൂ ബ്ര ഊരി മുല പുറത്തിട്ട് പൂർണ്ണ നഗ്നയാകുന്നു. എന്താണെന്നറിയില്ല, അത്രയും സുന്ദരിയായ അവളുടെ നഗ്നത കണ്ടിട്ടും മൂട് വരാത്ത കാമുകൻ ആ കളിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഡയാനയുടെ ഒരു അടിപൊളി ലെസ്ബിയൻ കിസ്സിങ്ങും ഈ ചിത്രത്തിലുണ്ട്. അടുത്ത കളിയിൽ അവളുടെ കാമുകൻ ഡയാനയുടെ ജീൻസ് വലിച്ചൂരിന് ശേഷം അവളുടെ ടേബിളിൽ കിടത്തി കൊണ്ടിക്കടിക്കുന്നു. രതിസുഖം പൂണ്ട് നിലവിളിക്കുന്ന ഡയാനയെ ഈ രംഗത്തിൽ കാണാം. ഈ സീരീസിലെ കേന്ദ്ര കഥാപാത്രമായ ലൂസിയുടെ കളിയാണ് ഈ വെബ് സീരീസിൽ ഏറ്റവും കൂടുതലുള്ളത്. തൻ്റെ കാമുകനുമായി നഗ്നയായി കട്ടിലിൽ കിടക്കുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതിനുശേഷം അവർ പരസ്പരം ചുംബിച്ച് പരിപാടി നടത്തുന്നു. ആ കളിയിൽ ലൂസിയുടെ പൂർണ്ണ നിപ്പിൾസും എല്ലാം തന്നെ കാണാവുന്നതാണ്. ലൂസിയെ മലത്തിൽ കിടത്തി ബട്ടർഫ്ലൈ പൊസിഷനിൽ അവൻ അടിച്ചു കയറ്റുന്നു. കളിസുഖം പൂണ്ട് ആർത്ത് നിലവിളിക്കുന്ന ലൂസിയെ കളി കഴിഞ്ഞപ്പോൾ അവനെ ചുംബിക്കുന്നു. ഈ സീരീസിലെ കഥാനായകനായ സ്റ്റെഫനുമായാണ് അവൾ പരിപാടി നടത്തുന്നത്. ലൂസിയുടെ മറ്റൊരു കളി സീനിൽ റെഡ് ജട്ടിയും ബ്രായുമിട്ട് കാമുകനുമായി കട്ടിൽ നടന്നത് കാണിക്കുന്നു. പരസ്പരം ചുംബിക്കുന്നതിനിടയിൽ സ്റ്റെഫൻ അവളുടെ ബ്രാ ഊരി മാറ്റുന്നു. ഈ സമയം അവളുടെ കൈ അവൻ്റെ കുണ്ണയിലായിരുന്നു. സ്റ്റെഫിൻ്റെ കൈ പതിയെ അവളെ ജെട്ടി തഴുകി എത്തുന്നു. അതിനുശേഷം ജെട്ടിയിലൂടെ അവളെ വിരലിട്ട് സൂചിപ്പിക്കുന്നു. ലൂസിയുടെ നിരവധി കളികൾ ഈ സീരീസിലുണ്ട്. ലൂസിയെ നഗ്നയാക്കി മലത്തിൽ ടേബിളിൽ കിടത്തിക്കൊണ്ട് സ്റ്റീഫൻ കുണ്ടിക്കടിക്കുന്ന ഒരു രംഗവും ഈ സീരീസിലുണ്ട്. ആ സമയം തനിക്കിനിയും അടി വേണമെന്ന് ലൂസി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് മൂട് കയറുന്ന അവൻ അടിയുടെ ഫോഴ്സ് കൂട്ടുന്നു. പിപ്പയുടെ ഒരു കളി സീനും ഈ സീരീസിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നു. ആ രംഗത്തിൽ അവളുടെ പിങ്ക് നിപ്പിൾസ് കാണാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി സീരീസിനെയാണ്. 2014 പുറത്തിറങ്ങിയ കിങ്ഡം എന്ന സീരീസാണിത്. ഈ സീരീസിൽ 3 സീസണാണുള്ളത്. സെക്സിനും സ്റ്റണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സീരീസാണിത്. മിക്സഡ് മാർഷ്യൽ ആർട്സ് ജിം നടത്തുന്ന ആൽവിൻ എന്ന പേരുള്ള ഒരാളെ ചുറ്റിപ്പറ്റിയാണ് ഈ സീരീസ് പോകുന്നത്. അയാൾ ഒരു പ്രൊഫഷണൽ മിക്സഡ് മാർഷ്യൽ ആർട്സ് ഫൈറ്റർ ആയിരുന്നു. അവിടെ നിന്നും വിരമിച്ചതിന് ശേഷം അയാൾ സ്ഥിരമായി ഒരു MMA ജിം നടത്തുന്നു. എന്നാൽ അയാൾക്ക് വളരെയധികം എതിരാളികളുണ്ടായിരുന്നു. അവരുമായുള്ള സ്റ്റണ്ടും കുറേ കളികളുമാണ് ഈ വെബ് സീരീസ് പറയുന്നത്. ഈ സീരീസിൽ നിരവധി സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ശരിക്കും കളിക്ക് വേണ്ടി എടുത്ത ഒരു വെബ് സീരീസ് ആണ് ഇതെന്ന് പറയാം. എല്ലാ നടിമാരുടെയും
പൂറും മുലയും യാതൊരു മറയുമില്ലാതെ ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. എവ്ല ഫിറോസിൻ്റെ ഒരു അടിപൊളി സീൻ ഈ ചിത്രത്തിലുണ്ട്. അവളെ നഗ്നയാക്കി കട്ടിലിൽ മലത്തി കിടത്തിയ കഥാനായകനായ ആൽവിൻ അവളെ അടിച്ചു കയറ്റുന്നു. നടിയുടെ പൂറും മുലയുമെല്ലാം ഈ രംഗത്തിലൂടെ കാണാവുന്നതാണ്. നടിയുടെ ബ്രൗൺ നിപ്പിൾസ് ഈ രംഗത്തിൽ കാണാവുന്നതാണ്. കളി കഴിഞ്ഞ് അവർ ഒരു സിഗരറ്റ് വലിക്കുന്നു. അതിനുശേഷം അവ നഗ്നയെ തന്നെ റിസപ്ഷനിൽ വിളിച്ച് താൻ നിൽക്കുന്ന ഹോട്ടലിൽ ഒരു ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും വീണ്ടും പരിപാടികളിലേക്ക് കടക്കുന്നു. ക്രിസ്റ്റീനയുടെ ഒരു അടിപൊളി ഓൺലൈൻ സ്ട്രിപ്പിംഗ് രംഗവും ഈ ചിത്രത്തിലുണ്ട്. ടാങ്കോ പോലെ പണം കൊടുത്ത് സ്ട്രിപ്പിംഗ് നടത്തുന്ന ഒരു സീനാണിത്. തൻ്റെ കാഴ്ചക്കാർക്കായി അവൾ ടോപ്പ് മാറ്റി മുല കാണിച്ചു കൊടുക്കുന്നു. ഒരു അടിപൊളി ക്യൂട്ട് മുലയാണ് അവൾക്കുള്ളത്. ആ സമയം അവളുടെ നിപ്പിൾസ് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു അടിപൊളി പിങ്ക് നിപ്പിൾസ്. അവളുടെ മുല കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ആ സമയം അവളുടെ ക്യാമറ അടിച്ചു പോകുന്നു. ക്രിസ്റ്റീനയുടെ ഒരു അടിപൊളി വിരലിടൽ രംഗവും ഈ ചിത്രത്തിലുണ്ട്. ഈ സീരീസിലെ കഥാനായകൻ ഒരു കളിവീരനാണല്ലോ. അവൻ അവളെ എടുത്ത് പണിയുന്നതും ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. കട്ടിലിൽ മലത്തി കിടത്തി അവൻ ഫുൾ ത്രോട്ടലിൽ അടിച്ചു കയറ്റുന്നു. ഡോഗി സ്റ്റൈലും ഉണ്ട് അതിൽ. കഥാനായകൻ ക്രിസ്റ്റീനയും മറ്റൊരു പെണ്ണുമായുള്ള ഒരു അടിപൊളി ത്രീസം രംഗവും ഈ ചിത്രത്തിലുണ്ട്. കട്ടിലിൽ കിടക്കുന്ന അവൻ്റെ മേലെ രണ്ട് സുന്ദരികളും നക്കി നക്കി സൂചിപ്പിക്കുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ കട്ടിലിൽ ഇരിക്കുന്നു. ഈ ചിത്രത്തിൽ നിരവധി സുന്ദരിമാരുടെ കളിയുണ്ട്. ഫൈറ്റ് പോലെ തന്നെ സെക്സിനും ഈ ചിത്രം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അലീസ അൽസോജിൻ്റെ ആദ്യത്തെ തുണ്ട് സീനാണ് ഈ ചിത്രത്തിലൂടെ പ്രദർശിപ്പിച്ചത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്രയും പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി പോളൻ ചിത്രത്തിനെയാണ്. 1988 പുറത്തിറങ്ങിയ എ ഷോർട്ട് ഫിലിം എബൌട്ട് ലവ് എന്ന ചിത്രമാണിത്. ഗ്രേസിയാന കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടിലൻ രംഗങ്ങളുണ്ട്. മെയ്ഡ എന്ന കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. ഒരു 19 വയസ്സുകാരന് അവളോട് തോന്നുന്ന പ്രണയവും പിന്നീടുണ്ടാകുന്ന കുറച്ചധികം ഒളിഞ്ഞുനോട്ടത്തിൻ്റെയും കഥ പറയുന്ന ചിത്രമാണിത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അപകടം പറ്റി കൈയൊഴിഞ്ഞു കിടക്കുന്ന ടോമിനെ കാണിക്കുന്നു. 19 വയസ്സുകാരനായ അവനാണ് ഈ ചിത്രത്തിലെ കഥാനായകൻ. അവൻ അവൻ്റെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു താമസം. അവന് അവൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയായ മേഡയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അവളാണ് ഈ ചിത്രത്തിലെ കഥാനായിക. അവളുടെ വീട്ടിലോട്ട് 24 മണിക്കൂറും ബൈനോക്കുലർ ഉപയോഗിച്ച് വീക്ഷിക്കുകയായിരുന്നു അവൻ്റെ സ്ഥിരം ഹോബി. ഇക്കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ ഭക്ഷണം കഴിക്കുന്നതും കുളിക്കുന്നതും വേഷം മാറുന്നതുമെല്ലാം അവൻ ദിവസവും കണ്ട് വിടുമായിരുന്നു. ഇടയ്ക്കൊക്കെ അവളുടെ വീട്ടിലോട്ട് അവൻ ഫോൺ ചെയ്ത് പേര് വെളിപ്പെടുത്താതെ മൂടി പിടിപ്പിക്കുന്ന തരത്തിൽ കമ്പി സംഭാഷണമൊക്കെ അവൻ ചെയ്യുമായിരുന്നു. എന്നാൽ മേഡ അപ്പോൾ അവനെ ചീത്ത പറഞ്ഞ് ഫോൺ കട്ടാക്കുകയായിരുന്നു സ്ഥിരം പതിവ്. ഒരു ദിവസം അവളുടെ കാമുകൻ അവളുടെ വീട്ടിലോട്ട് വരുന്നു. അവളെ കണ്ട് മൂട് കയറിയ അവൻ അവളെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ടോം കാണുന്നുണ്ടായിരുന്നു. അവന് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തൻ്റെ വാണറാണിയെ മറ്റൊരുത്തൻ കയറി പിടിക്കുന്നത് അവന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. പിറ്റേ ദിവസം കഥാനായിക ഒരു കടയിൽ ചെന്ന് തൻ്റെ വീട്ടിൽ പാൽ കൊണ്ടുവരുന്ന പയ്യൻ ഇപ്പോൾ 2 ദിവസമായി വരാറില്ലെന്ന് കടക്കാരനോട് പരാതി പറയുന്നു. എന്നാൽ അവൻ ഇപ്പോൾ നാട്ടിലില്ലെന്നും അതാണ് അവൻ പാൽ കൊണ്ടുവരാത്തതെന്നും കടക്കാരി മറുപടി പറയുന്നു. ഇതെല്ലാം കഥാനായകനായ ടോം കടയുടെ ഒരു വശത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി മേഡയുടെ കാമുകൻ അവളുടെ വീട്ടിലോട്ട് വരുന്നു. മൂട് കയറിയ അവൻ അവളുമായി പരിപാടി നടത്തുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇക്കാര്യം ടോമിനെ അസ്വസ്ഥനാക്കി. എങ്ങനെയും അവർ തമ്മിലുള്ള പരിപാടി പൊളിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു.
അതിനായി അവൻ ഫയർ സ്റ്റേഷനിലോട്ട് വിളിച്ച് മേഡയുടെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആയെന്ന് അറിയിക്കുന്നു. മേഡയും കാമുകനും പരിപാടി തുടങ്ങുവാൻ പോകുമ്പോൾ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ അവരുടെ വാതിലിൽ മുട്ടുന്നു. അവർ വീട്ടിൽ ഒരു പരിശോധന നടത്തി ഗ്യാസ് ലീക്ക് ഇല്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മേഡയുടെയും കാമുകൻ്റെയും പരിപാടി അന്ന് അവിടെ മുടങ്ങുന്നു. താൻ വിളിക്കാതെ എങ്ങനെ അവർ എത്തിയെന്ന കാര്യം മേഡയുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നു. പിറ്റേ ദിവസം ടോം ആ പാൽ കൊടുക്കുന്ന പയ്യൻ്റെ വേക്കൻസി അന്വേഷിച്ച് ആ കടയിലോട്ട് പോകുന്നു. അങ്ങനെ അവിടുത്തെ പാൽക്കാരൻ പയ്യനായി അവൻ അവിടെ ജോലി കിട്ടുന്നു. അടുത്ത ദിവസം വളരെ ഹാപ്പിയായി പാൽ കൊടുക്കുവാൻ മേഡയുടെ വീട്ടിലോട്ട് അവൻ ചെല്ലുന്നു. പക്ഷേ അവൻ വിചാരിച്ച പോലെ വലിയ രീതിയിൽ അവളോട് സംസാരിക്കുവാൻ അവനായില്ല. മേഡയ്ക്ക് ദിവസവും അവൻ കത്തെഴുതാറുണ്ടായിരുന്നു. ഇതൊരു ശല്യമായി മാറിയപ്പോൾ അവൾ പോസ്റ്റ് ഓഫീസിൽ പരാതി കൊടുക്കുവാൻ പോകുന്നു. പരാതി കൊടുത്ത് മടങ്ങി വരുന്ന വഴി ടോം അവളെ കാണുന്നു. താനാണ് ദിവസവും അവൾക്ക് കത്തെഴുതുന്നതെന്ന് അവൻ അവളോട് പറയുന്നു. അവളോട് അപ്പോൾ അവൻ പ്രണയ അഭ്യർത്ഥനയും നടത്തുന്നു. അത് കേട്ട് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അവളെ ദിവസവും അവൻ വീക്ഷിക്കാറുണ്ടെന്നും അവളുടെ നഗ്നതയെല്ലാം അവൻ ദിവസവും കണ്ട് വിടാറുണ്ടെന്നും കൂടി അവൻ അവളോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അവൾ അവനെ തെറി പറയുന്നു. അത് കേട്ട് നിരാശനായി അവൻ വീട്ടിലോട്ട് മടങ്ങിപ്പോകുന്നു. അന്ന് രാത്രി പതിവ് പോലെ അവൻ ബൈനോക്കുലർ ഉപയോഗിച്ച് അവളെ വീക്ഷിക്കുന്നു. ടോം തന്നെ വീക്ഷിക്കുന്ന കാര്യം മേഡയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ എവിടെ നിന്നാണ് അവൻ ഇതെല്ലാം കാണുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അതിനാൽ അവൾ അവനെ ഫോണെടുത്ത് വിളിച്ച് ഇനി ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് കാണേണ്ടതെന്നും എല്ലാം നന്നായി കണ്ടോളൂ എന്നും പറഞ്ഞ് അവൾ വസ്ത്രമെല്ലാം ഊരുന്നു. അങ്ങനെ അവൾ വസ്ത്രമെല്ലാം അഴിച്ച് പൂർണ്ണ നഗ്നയായി അവനെ കാണുവാൻ തക്ക പാകത്തിൽ നിന്നു കൊടുക്കുന്നു. ടോമിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മേഡ തനിക്ക് വേണ്ടി പൂർണ്ണ നഗ്നയായി നിൽക്കുന്നു. ആ രംഗത്തിൽ അവളുടെ മുലയും പൂറും എല്ലാം തന്നെ കാണുവാൻ സാധിക്കും. അതിനുശേഷം അവൾ അവളുടെ കാമുകനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നു. നഗ്നയായി വീട്ടിൽ നിന്നിരുന്ന അവളെ കണ്ട് മൂടുകയറിയ അവൻ പരിപാടി നടത്തുവാൻ തീരുമാനിക്കുന്നു. അവർ നടത്തുന്ന പരിപാടി കണ്ട് ടോമിന് ദേഷ്യം വരുന്നു. ടോമിനെ ദേഷ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ പരിപാടിയൊക്കെ അവൾ ചെയ്തത്. ഇതെല്ലാം കണ്ട് ടോമിന് വളരെയധികം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നടത്തിയ പരിപാടി ഒരാൾ ഒളിഞ്ഞിന്ന് വീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ടോമിനെ ചൂണ്ടിക്കാണിക്കുന്നു. ദേഷ്യം വന്ന കാമുകൻ വസ്ത്രമെല്ലാം ധരിച്ച് ടോമിനെ ഇടിക്കുവാൻ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നു. പേടിച്ചു പോയ അവൻ വീട്ടിൽ മറിഞ്ഞിരിക്കുന്നു. എന്നാലും കാമുകൻ അവനെ പൊക്കിയെടുത്ത് നല്ല രീതിയിൽ ഇടികൊടുത്ത് പഞ്ഞിക്കിടുന്നു. ടോമിൻ്റെ ഈ അവസ്ഥ കണ്ട് അവൻ്റെ അമ്മുമ്മ അവനെ സാന്ത്വനിപ്പിച്ചതിന് ശേഷം കുറച്ച് മരുന്ന് വെച്ച് കൊടുക്കുന്നു. പിറ്റേ ദിവസം ടോം പാലുമായി മേഡയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. പാൽക്കുപ്പി അവിടെ വെച്ചതിന് ശേഷം ഓടിപ്പോവാൻ ശ്രമിച്ച അവനെ മേഡ പിടിച്ചു നിർത്തുന്നു. നീ എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെ വീക്ഷിക്കുന്നതെന്നും എന്താണ് നിനക്ക് വേണ്ടതെന്നും അവൾ അവനോട് ചോദിക്കുന്നു. തനിക്ക് അവളോട് അഗാധ പ്രണയമാണെന്ന് അവൻ അവളോട് പറയുന്നു. വേറെ എന്താണ് വേണ്ടതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അങ്ങനെ ഓരോന്ന് കുത്തിപ്പൊക്കി അവൾ അവനോട് ചോദിക്കുന്നു. അവന് കളി വേണമെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ഒന്നും മിണ്ടാതെ അവൻ മടങ്ങിപ്പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അവൻ അവളുടെ വീട്ടിലോട്ട് മടങ്ങി വരുന്നു. എന്നിട്ട് അവളോട് ഒരു കോഫി കുടിക്കാൻ പോകാമോ എന്ന് തിരക്കുന്നു. മേഡ അതിന് സമ്മതിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി കോഫി കുടിക്കുന്നു. തന്നെ എത്ര നാളായി ഇങ്ങനെ വീക്ഷിക്കുവാൻ തുടങ്ങിയെന്ന് മേഡ അവനോട് ചോദിക്കുന്നു. ഏകദേശം 1 വർഷത്തോളമായെന്നും അതുകൂടാതെ അവളുടെ കാമുകൻ അവൾ കഴിച്ച കത്തുകൾ അവൻ പൂഴ്ത്തിവെച്ചെന്നും അവളോട് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് മേഡ അവനെ ഉപദേശിക്കുന്നു. നിനക്കിപ്പോൾ തോന്നുന്നത് പ്രണയമല്ലെന്നും വെറും കാമമാണെന്നും നീ അതെല്ലാം മറക്കണമെന്നും അവൾ അവനോട് പറയുന്നു. കോഫി കുടിച്ച് കഴിഞ്ഞ് മേഡ അവനെ അവളുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു.
മേഡ കുളിക്കുവാൻ പോയ നേരം അവൻ അവളുടെ വീടെല്ലാം ചുറ്റിക്കാണുന്നു. അതിനിടയിൽ അവനെ മൂടി പിടിപ്പിക്കുന്ന തരത്തിൽ മേഡ ഒരു നനഞ്ഞ വസ്ത്രമെല്ലാം ധരിച്ചു വരുന്നു. നടിയുടെ പൂറും മുലയുമെല്ലാം ആ വസ്ത്രത്തിലൂടെ കാണാവുന്നതാണ്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര നല്ല പെണ്ണൊന്നുമല്ലെന്നും തന്നെ കാണുവാൻ പല പുരുഷന്മാർ ഇവിടെ വരാറുണ്ടെന്നും അവൾ അവനോട് പറയുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടും അവന് അവളെ വിടുവാൻ ഉദ്ദേശമില്ലായിരുന്നു. അത് കേട്ട് അവൾ അവനെ പലതരം ചേഷ്ടകൾ കാണിച്ച് മൂടി പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഒരു പരിപാടി നടത്തുന്നു. ഈ ചിത്രം ഫെയറി എൻഡിങ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ചിത്രത്തിനെയാണ്. 1994 പുറത്തിറങ്ങിയ ഹെവൻലി ക്രീച്ചേഴ്സ് എന്ന ചിത്രമാണിത്. ടൈറ്റാനിക് എന്ന ചിത്രത്തിൽ അഭിനയിച്ച പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച കേറ്റ് വിൻസ്ലെറ്റാണ് ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അവളുടെ മാത്രമല്ല മെലൈൻ ലിൻഡ്സെയുടെയും കിടിലൻ രംഗങ്ങളുണ്ട്. ജൂലിയറ്റ് എന്ന കഥാപാത്രത്തിനെയാണ് കേറ്റ് വിൻസ്ലെറ്റ് അവതരിപ്പിക്കുന്നത്. ഒരു ലെസ്ബിയൻ പ്രണയത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണിത്. ഒരു യഥാർത്ഥ സംഭവത്തിനെ ആസ്പദമാക്കിയാണ് അവർ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു സ്കൂൾ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പോൾ ലൈൻ്റെ ക്ലാസ് മുറിയായിരുന്നു. അവൾ ആരുമായി അടുത്ത് ഇടപഴകാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടി പുതിയതായി വരുന്ന ജൂലിയറ്റിനെ കാണിക്കുന്നു. കേറ്റ് വിൻസ്ലെറ്റാണ് ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. അവൾ അവളുടെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു സ്കൂളിലേക്ക് വരുന്നത്. നല്ലൊരു പഠിപ്പിസ്റ്റായിരുന്നു ജൂലിയറ്റ്. വന്ന ദിവസം തന്നെ ടീച്ചറിൻ്റെ തെറ്റ് കണ്ടുപിടിച്ച് അവരെ തിരുത്തുന്നു. അത് കണ്ട് ഗൗരവഭാവത്തിലിരിക്കുന്ന പോൾ ലൈൻ ചിരിക്കുന്നു. ക്ലാസ്സിൽ നടന്ന ഒരു പടംവര മത്സരത്തിൽ ജൂലിയറ്റും പോൾ ലൈനും ടീമാകുന്നു. അങ്ങനെ അവർ സംസാരിച്ച് കമ്പനിയാകുന്നു. ജൂലിയറ്റ് വരച്ച പടം പോൾ ലൈന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. PT പീരീഡിൽ ജൂലിയറ്റ് മാറിയിരിക്കുന്നത് പോൾ ലൈൻ ശ്രദ്ധിക്കുന്നു. അവൾ എന്താണ് പോകാത്തതെന്ന് പോൾ ലൈൻ തിരക്കുന്നു. തൻ്റെ കാലിൽ ഒരു മുറിവ് പറ്റിയെന്നും അതാണ് താൻ പങ്കെടുക്കാത്തതെന്നും ജൂലിയറ്റ് മറുപടി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടുതൽ പരസ്പരം സംസാരിക്കുവാൻ തുടങ്ങി. അവർ തമ്മിലുള്ള പല സാമ്യതകളും അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ആരുമായി കൂട്ടുകൂടാത്ത പോൾ ലൈൻ ജൂലിയറ്റുമായി കൂട്ടുകൂടുന്നു. അങ്ങനെ അവർ പലപ്പോഴും ഒത്തുകൂടുവാൻ തുടങ്ങുന്നു. ജൂലിയറ്റിൻ്റെ വീട്ടിൽ പോൾ ലൈൻ സ്ഥിരം സന്ദർശകയാകുകയും അങ്ങനെ അവർ പരസ്പരം പല കളിത്തമാശകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അവർ ഒരു ദിവസം സൈക്കിൾ ചവിട്ടുവാൻ പോകുന്നു. യാത്രക്കിടയിൽ സൈക്കിളിൽ നിന്ന് വീണ് പോൾ ലൈന് അപകടം പറ്റുന്നു. ഭയന്നുപോയ ജൂലിയറ്റിനെ പറ്റിക്കുവാൻ വേണ്ടി തമാശ രൂപേണ പോൾ ലൈൻ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും അടുത്തുള്ള ഒരു കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. കാട്ടിലെത്തി അവർ വസ്ത്രങ്ങൾ എല്ലാം ഊരിക്കളഞ്ഞ് പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ അവർ കാട്ടിൽ നഗ്നയായി കിടന്ന് ചുംബിക്കുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്തെ ഫാമിലെ ഒരു മുതലാളി കുറ്റിയടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ജൂലിയറ്റ് പോൾ ലൈനുമായുള്ള തൻ്റെ ഓരോ സന്ദർഭങ്ങൾ തനിക്ക് ഗിഫ്റ്റായി കിട്ടിയ ഡയറിയിൽ അവൾ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ പോൾ ലൈൻ്റെ വീടിനടുക്കൽ ഒരു ചുള്ളൻ പയ്യൻ താമസത്തിനെത്തുന്നു. അവൻ കണ്ടപാടെ പോൾ ലൈനെ ഇഷ്ടമാകുന്നു. അവൻ പല വിധത്തിലും പോൾ ലൈനെ വളയ്ക്കുവാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ അവനെ അവൾ ശ്രദ്ധിച്ചതേയില്ല. പിറ്റേ ദിവസം ജൂലിയറ്റ് പോൾ ലൈൻ്റെ വീട്ടുകാരൊത്ത് ഒരു ട്രിപ്പിന് പോകുന്നു. പിക്നിക് സ്പോട്ടിൽ അവർ മണ്ണ് കൊണ്ടൊരു കൂടാരം കെട്ടുന്നു. അവിടെ വെച്ച് അവർ ഒരു ബുക്ക് എഴുതുവാൻ പ്ലാൻ ഇടുന്നു. ജൂലിയറ്റിൻ്റെ മാതാപിതാക്കൾക്ക് ജോലി സംബന്ധമായി അവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ജൂലിയറ്റിനെ അവിടെ നിർത്തിയിട്ട് പോകുവാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ജൂലിയറ്റിന് തൻ്റെ മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. അങ്ങനെ ജൂലിയറ്റ് വളരെയധികം സങ്കടപ്പെട്ട് കരയുന്നു. പോൾ ലൈൻ അവളെ ഒരുവിധം സമാധാനിപ്പിക്കുന്നു. പോൾ ലൈൻ ജൂലിയറ്റിൻ്റെ ശ്രദ്ധ മാറ്റുവാനായി അവർ എഴുതാൻ പോകുന്ന ബുക്കിനെ പറ്റിയുള്ള പ്ലാൻ ഇടാൻ ജൂലിയറ്റിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ ആ ബുക്ക് എഴുതുന്നു.
അതേസമയം ജൂലിയറ്റിൻ്റെ മാതാപിതാക്കൾ അവിടെ നിന്ന് പോകുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം ജൂലിയറ്റും പോളൈനും ക്ലാസ്സിൽ താൻ എഴുതാൻ പോകുന്ന കഥയെപ്പറ്റി കൂട്ടുകാരോട് പറയുന്നു. എന്നാൽ അവളുടെ കഥ കേട്ടിട്ട് ടീച്ചർ വഴക്ക് പറയുന്നു. ക്ലാസ്സിൽ വെച്ച് ജൂലിയറ്റിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു. പെട്ടെന്ന് അവൾ ചോര തുപ്പുവാൻ തുടങ്ങി. പോളൈൻ അക്കാര്യം എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നു. ജൂലിയറ്റിൻ്റെ കുട്ടിക്കാലത്തിലെ അസുഖം വീണ്ടും അവളെ പിടികൂടുന്നു. ജൂലിയറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കുന്നു. ജൂലിയറ്റിൻ്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ടും അവളുടെ മാതാപിതാക്കൾ അവരുടെ ട്രിപ്പ് മുടക്കുന്നില്ല. ജൂലിയറ്റിനെ ഡോക്ടറിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചതിന് ശേഷം അവർ ജൂലിയറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. ജൂലിയറ്റിനോടൊപ്പം കൂട്ടിരിക്കുവാൻ പോളൈൻ്റെ വീട്ടുകാർ അവളെ അനുവദിച്ചില്ല. അതിനാൽ പോളൈൻ ജൂലിയറ്റിന് കത്തുകൾ എഴുതുന്നു. അങ്ങനെ കത്ത് വഴിയായി അവരുടെ സംസാരം. പോളൈൻ്റെ കത്തെഴുത്ത് ജൂലിയറ്റിന് വളരെയധികം ഇഷ്ടമാകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോളൈൻ തൻ്റെ അമ്മയോടൊപ്പം ജൂലിയറ്റിനെ കാണുവാൻ വരുന്നു. അങ്ങനെ വളരെ കാലം കാണാതിരുന്ന സങ്കടം അവർ അവിടെ വെച്ച് പരസ്പരം പറഞ്ഞു തീർക്കുന്നു. അവർക്ക് അധികം നേരം സമയം ചെലവിടാൻ സാധിക്കാതെ അവർ അവിടെ നിന്നും പിരിയേണ്ടി വരുന്നു. അന്ന് രാത്രി പോളൈൻ്റെ വീടിനടുക്കൽ താമസിച്ചിരുന്ന ചുള്ളൻ ചെക്കൻ പോളൈൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവൾ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. ആ സമയം അവൻ അവളെ ഓരോന്ന് ചെയ്ത് മൂടി പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ കലാപരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛൻ വന്ന് ആ പരിപാടി മുടക്കി. പിറ്റേ ദിവസം മുടങ്ങിയ പരിപാടി വീണ്ടും ചെയ്യുവാനായി പോളൈൻ ആ ചുള്ളൻ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അന്ന് രാത്രി അവർ നല്ല രീതിയിൽ തകർപ്പൻ പരിപാടികളുമായി അവർ അടിച്ചു പൊളിക്കുന്നു. പോളൈൻ്റെയും ജൂലിയറ്റിൻ്റെയും ഒരു അടിപൊളി ലെസ്ബിയൻ കളി ഈ ചിത്രത്തിലുണ്ട്. നഗ്നയായി കട്ടിലിൽ കിടക്കുന്ന പോളൈന് ജൂലിയറ്റ് വന്ന് ഉമ്മ വയ്ക്കുന്നു. അങ്ങനെ അവർ പരസ്പരം കിസ്സടിച്ച് ഡോൾഫിൻ കുഞ്ഞുങ്ങളെപ്പോലെ കെട്ടിപ്പുണരുന്നു. ജൂലിയറ്റിൻ്റെയും പോളൈൻ്റെയും ഒരു അടിപൊളി കുടിസീനും ഈ ചിത്രത്തിലുണ്ട്. അവർ രണ്ടുപേരും നഗ്നരായി ബാട്ടബിൽ കിടക്കുന്നതാണ് ആ രംഗം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 1999 പുറത്തിറങ്ങിയ ഹോളി സ്മോക്ക് എന്ന ചിത്രമാണിത്. കേറ്റ് വിൻസ്ലെറ്റ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല സുന്ദരിമാരുടെയും പൂർണ്ണ നഗ്ന പ്രദർശനമുണ്ട്. ഈ ചിത്രത്തിൽ കേറ്റ് വിൻസ്ലെറ്റിൻ്റെ തൂങ്ങിയ മുലയും രോമാവൃതമായ പൂറും കാണുവാൻ സാധിക്കുന്നതാണ്. റൂത്ത് എന്ന കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവൾ ഒരു ഓസ്ട്രേലിയക്കാരിയാണ്. അവൾ ഒരിക്കൽ ഇന്ത്യ കാണുവാനായി വരുന്നു. ഇന്ത്യയിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും ഇഷ്ടപ്പെട്ട് അവൾ ഇവിടെ കൂടുന്നു. എന്നാൽ റൂത്തിൻ്റെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമാകുന്നില്ല. പല വിധേനയും അവളെ മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അവസാനം സൈക്കോളജിയിൽ സ്പെഷ്യലിസ്റ്റായ PJ വാട്ടേഴ്സ് എന്നു പേരുള്ള ഒരാളെ അവളുടെ മാതാപിതാക്കൾ അവളെ തിരികെ കൊണ്ടുവരാൻ നിയോഗിക്കുന്നു. ഈ ചിത്രത്തിൽ അവളും അവനുമായി ഒരു ഗംഭീര കളിയുണ്ട്. ടൈറ്റാനിക്കിൽ കേറ്റ് വിൻസ്ലെറ്റിൻ്റെ മുല മാത്രമേ കാണുവാൻ സാധിച്ചിരുന്നുള്ളൂ. എങ്കിൽ ഈ ചിത്രത്തിൽ അവളുടെ മുലയും പൂറും കാണാവുന്നതാണ്. മാത്രമല്ല അവളുടെ ഒരു അടിപൊളി ലെസ്ബിയൻ രംഗവും ഈ ചിത്രത്തിലുണ്ട്. PJ വാട്ടേഴ്സിൻ്റെ മുന്നിൽ പൂർണ്ണ നഗ്നയായി മുലയും പൂറും കാണിച്ച് അവൾ വരുന്ന ഒരു സീനുണ്ട്. തൻ്റെ നഗ്നത കാണിച്ച് അവനെ മൂടി പിടിപ്പിച്ചതിന് ശേഷം അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ രോമാവൃതമായ പൂറും ഈ രംഗത്തിലൂടെ കാണാവുന്നതാണ്. അതിനുശേഷം ഒരു ബെഡ്റൂം കളിയുണ്ട്. മലത്തിൽ കിടത്തി അവളെ അഴിച്ചു കയറ്റുന്ന PJ വാട്ടേഴ്സിനെ കാണിക്കുന്നു. പരിപാടി കഴിഞ്ഞ് പൂർണ്ണ നഗ്നരായി അവർ കട്ടിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ രംഗത്തിലും നടിയുടെ പൂവും നിപ്പിൾസും കാണാവുന്നതാണ്. ഒരു പാർട്ടിക്കിടയിലെ ലെസ്ബിയൻ സീനിൽ അവളുടെ മുലയിൽ പിടിച്ചമർത്തുന്ന ഒരു പെണ്ണിനെ കാണിക്കുന്നു. അങ്ങനെ പാട്ടിനൊത്ത് മൂടി പിടിപ്പിക്കുന്ന തരത്തിൽ അവർ ഡാൻസ് കളിക്കുന്നു. കേറ്റ് വിൻസ്ലെറ്റിൻ്റെ ഒരു ലെസ്ബിയൻ രംഗവും ഈ ചിത്രത്തിലുണ്ട്. അവളെ ബലം പ്രയോഗിച്ച് 2 പേർ മദ്യം കുടിപ്പിക്കുന്നു. എന്നിട്ടവർ അവളുടെ ടീഷർട്ട് പൊക്കി മുലയിൽ പിടിച്ച് കളിക്കുന്നു. അവരിലൊരുത്തൻ അവളുടെ ജെട്ടി ഊരിയെടുക്കുന്നു. അവളുടെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മുല ആ വെളുത്ത ബ്രായിലൂടെ കാണാവുന്നതാണ്.
ആ ഗ്രൂപ്പ് കളിയിൽ നിന്ന് PJ വാട്ടേഴ്സ് അവളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. മറ്റൊരു സീനിൽ വെളുത്ത ബ്രായും ടീഷർട്ടുമൊക്കെ ധരിച്ച് സോഫയിൽ കിടക്കുന്ന റൂത്തിനെ കാണിക്കുന്നു. അവളുടെ അടുക്കൽ ഇനി മദ്യപിക്കരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് PJ വാട്ടേഴ്സ് ഇരിക്കുന്നു. ഒരു കളി തന്നാൽ മതി, താനിനി മദ്യപിക്കില്ലെന്ന് റൂത്ത് പറയുന്നു. അങ്ങനെ സോഫയിൽ കിടന്നുകൊണ്ട് അവർ പരിപാടി നടത്തുന്നു. പരസ്പരം നല്ല രീതിയിൽ കിസ് ചെയ്തതിന് ശേഷം തൻ്റെ സ്കർട്ട് പൊക്കി അവനോട് വത്സനടിക്കുവാൻ അവൾ പറയുന്നു. മൂട് കയറി ആക്രാന്തം പിടിച്ചിരിക്കുന്ന അവൻ യാതൊരു മടിയുമില്ലാതെ അവൾ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.